നമസ്കാരം. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വാദ്രയെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും തയ്യാറാകണം എന്ന പരിഹാസവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് കോൺഗ്രസ് പാർട്ടി എന്ന് തെളിഞ്ഞു എന്നുകൂടി അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത് വയനാട് അദ്ദേഹത്തിന്റെ കുടുംബം എന്നാണ്. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സഹോദരിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ നിർത്താൻ രാഹുൽ ഗാന്ധി തയ്യാറാവണം എന്നുകൂടി സുരേന്ദ്രൻ പരിഹാസ രൂപേണ ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: രാഹുലിന്റെ കുടുംബത്തിന്റെ വികാരങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് കോൺഗ്രസ് പാർട്ടി എന്നൊരിക്കൽ കൂടി സംശയമില്ലാതെ തെളിഞ്ഞിരിക്കുന്നു എന്നാണ് സുരേന്ദ്രൻ ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സുരേന്ദ്രന്റെ ഈ വാക്കുകൾ ദേശീയ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കുടുംബാധിപത്യ പാർട്ടി എന്നുള്ള ഒരു ആക്ഷേപം കോൺഗ്രസ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനിടയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു പേര് കൂടി ഉയർന്നു വന്നിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ സജീവമായി ചർച്ചകൾ നിന്ന പേരാണ് പാലക്കാട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി രമേശ് പിഷാരടി മത്സരിക്കുമെന്നുള്ളത്. പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്നുള്ള വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് രമേശ് പിഷാരടി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ മത്സര രംഗത്തേക്ക് ഇല്ല എന്നും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നുകൂടി അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അദ്ദേഹവും ഈ വിശദീകരണം നൽകിയിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ UDF-നൊപ്പം തന്നെ താൻ ഉറച്ചു നിൽക്കുമെന്നുകൂടി രമേശ് പിഷാരടി പറയുന്നുണ്ട്. നിലവിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളിലേക്ക് രാഷ്ട്രീയ കേരളം കടന്നിരിക്കുകയാണ്. പാലക്കാട്, ചേലക്കര, വയനാട് എന്നീ 3 ഉപതെരഞ്ഞെടുപ്പുകളിലും തീ പാറുന്ന പോരാട്ടം തന്നെയാണ് കേരളത്തിലെ മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.